മക്കളെ 2025 നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ജിപ്മറിന്റെ BSc കോഴ്സസ്. നഴ്സിംഗും മറ്റ് പാരാമെഡിക്കൽ കോഴ്സസും ഒക്കെയാണ് ഇതിൽ വരിക. അപ്പൊ ഇതിൽ ഓൾമോസ്റ്റ് കുട്ടികൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന സംശയം അവരുടെ റാങ്ക് ഉപയോഗിച്ച് ജിപ്മറിൽ കിട്ടുമോ, അല്ലെങ്കിൽ എത്ര റാങ്ക് വരെ കിട്ടും, അല്ലെങ്കിൽ ഏത് റാങ്കിനാണ് നമുക്കൊരു ഷുവർ സീറ്റ് പറയാൻ പറ്റുക. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര കുട്ടികൾ നീറ്റിന് അല്ലെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്ത് എത്ര കുട്ടികൾ ജിപ്മറിന് അപ്ലൈ ചെയ്യുമെന്നോ, അതിൽ എത്ര പേര് നമ്മുടെ മേലെ റാങ്ക് ഉണ്ടായിരിക്കുമെന്നോ, അതിൽ എത്ര പേര് സീറ്റ് എടുക്കുമെന്നോ എന്നൊന്നും നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ട് അപ്പൊ നമുക്ക് ആ കാര്യങ്ങളെ വിട്ട് നിങ്ങൾ നീറ്റ് എലിജിബിൾ ആണോ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നമുക്ക് ഇത് എടുക്കാം. അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ റാങ്ക് കൺഫേം ആണ് എന്ന് കരുതിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ചുരുക്കം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. നിങ്ങൾ കിട്ടിയാൽ ഈ സീറ്റ് കിട്ടിയാൽ പോകുമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇതാണ് ഏറ്റവും നല്ല വഴി. ഓക്കെ, അപ്പൊ അതിൽ നമുക്കൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് എത്രത്തോളം ഇത് വൈകുന്നോ, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ കേരളത്തിലെ നഴ്സിംഗ് കോഴ്സുകളൊക്കെ ഓൾമോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, തീരാറായി. അപ്പൊ അതിലൊക്കെ ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. അതുപോലെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് പാരലി നടക്കുന്നുണ്ട്. ഇനി ഹോമിയോ ആയുർവേദം ഒക്കെ കേരളയിൽ വരാനുണ്ട്. അപ്പൊ ഇതിലൊക്കെ കുട്ടികൾ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റാണ് ഇതെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. പിന്നീട് നമുക്കത് സീറ്റ് കിട്ടിയതിനു ശേഷം എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് നമുക്ക് അന്ന് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ബാക്കിയിലേക്ക് കേട്ടു. ജിപ്മറിന്റെ BSc കോഴ്സസ് ആണ് 2025. അതില് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1 തുടങ്ങി സെപ്റ്റംബർ 22 വരെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 22 വൈകിട്ട് 4 മണി കൊണ്ട് ആ രജിസ്ട്രേഷന്റെ സമയം കഴിയും. അപ്പൊ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഈ അപ്ലൈ ചെയ്തവരുടെ എലിജിബിൾ ലിസ്റ്റ് ഒക്ടോബർ 8 മുമ്പ്, ഓൺ ഓർ ബിഫോർ ആണ്. ഒക്ടോബർ 8 മുമ്പ് അവർ അതിന്റെ ഡീറ്റെയിൽ പബ്ലിഷ് ചെയ്യും. ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഒക്ടോബർ 27 അപ്പൊ അതിനുള്ളിൽ കൗൺസിലിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. ഇനി കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൽ BSc നഴ്സിംഗ് ഉണ്ട്. 4 വർഷത്തെ കോഴ്സാണ് BSc നഴ്സിംഗ്. ടോട്ടൽ 94 സീറ്റാണുള്ളത്. ഈ 94 സീറ്റിൽ 85 സീറ്റ് പെൺകുട്ടികൾക്കും 9 സീറ്റ് ആൺകുട്ടികൾക്കുമാണ്. ബാക്കിയുള്ളതിന് അങ്ങനെ ഫീമെയിൽ മെയിൽ സെപ്പറേഷൻ ഇല്ല. ഇനി ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസിന് 4 വർഷത്തെ, ഇതെല്ലാം 4 വർഷത്തെ കോഴ്സാണ് കേട്ടോ. നഴ്സിംഗ് ഉൾപ്പെടെ എല്ലാം 4 വർഷത്തേത്. ചിലത് 3.5 വർഷം കോഴ്സും 6 മാസം ഇന്റേൺഷിപ്പും ആണെങ്കിൽ ചിലത് 3 വർഷവും 1 വർഷം ഇന്റേൺഷിപ്പും, അങ്ങനെ എല്ലാം 4 വർഷമാണ്. ഈ ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്ന് പറയുന്നത് 37 സീറ്റാണ്. അതേപോലെ അനസ്തേഷ്യ ടെക്നോളജി 5 സീറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ പാരാമെഡിക്കലും 5 സീറ്റ് വീതമാണ്. അനസ്തേഷ്യ ടെക്നോളജിക്ക് 5 സീറ്റാണ്, ഒപ്റ്റോമെട്രിക്ക് 5 സീറ്റാണ്, കാർഡിയാക് ലബോറട്ടറി ടെക്നിക്കിന് 5 സീറ്റാണ്, ഡയാലിസിസ് തെറാപ്പിക്ക് 5 സീറ്റാണ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നിക് ഇന് ബ്ലഡ് ബാങ്കിങ് 5 സീറ്റാണ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി 5 സീറ്റാണ്, ന്യൂറോ ടെക്നോളജി 5 സീറ്റാണ്, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി 5 സീറ്റാണ്, പെർഫ്യൂഷൻ ടെക്നോളജി 5 സീറ്റാണ്, റേഡിയോ തെറാപ്പി ടെക്നോളജി 5 സീറ്റാണ്. അങ്ങനെ നഴ്സിംഗ് ഉൾപ്പെടെ ഏകദേശം 12ഓളം കോഴ്സുകളാണുള്ളത്. ഈ എല്ലാ കോഴ്സിലും ചേർത്ത് 181 സീറ്റാണ്. ഈ 181 പുതുച്ചേരി റെസിഡൻസിനുള്ള റിസർവേഷൻ പോകും, പിന്നെ OBC, EWS, SC, ST ഇതെല്ലാം പോകും. എല്ലാം കൂടെ ചേർത്തിട്ടാണ് 181 സീറ്റ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിന്റെ സീറ്റ് ഡീറ്റെയിൽ. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട വിധവും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളുടെയും ഒക്കെ ലിസ്റ്റും ഞാൻ ഇതിന്റെ കൂടെ പറയാം. ഇനി അപ്ലൈ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് നോക്കുക. ഇതിൽ എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. നീറ്റ് 2025 ക്വാളിഫൈഡ് ആയ കുട്ടികളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഏജ് നോക്കുക, 17 വയസ്സായിരിക്കണം. എപ്പോഴാണ്? ഓൺ ഓർ ബിഫോർ ഡിസംബർ 31, 2025. അപ്പൊ അതായത് ഡിസംബർ 31, 2025 അതിന് മുമ്പോ 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് നോ അപ്പർ ഏജ് ലിമിറ്റ്, ഉയർന്ന പ്രായപരിധി ഇല്ല, ആർക്കും അപ്ലൈ ചെയ്യാം. മിനിമം 17 വയസ്സായിരിക്കണം ഈ സമയത്ത്. ഇനി അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് നോക്കുക, jipmer.edu.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷന് 3 സ്റ്റെപ്പാണ്. 1 രജിസ്ട്രേഷൻ, 2 ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ് അപ്ലോഡിംഗ്, 3 ഫൈനൽ സബ്മിഷൻ. ഇത് 3ഉം ചെയ്യണം. അതിൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നോക്കുക. രജിസ്ട്രേഷൻ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരും ഡീറ്റെയിലും കൊടുക്കുക. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കണം. ശ്രദ്ധിക്കുക, ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിങ്ങൾ നീറ്റ് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത അതേ മൊബൈൽ നമ്പറും അതേ ഇമെയിൽ ഐഡിയും ആയിരിക്കണം. ഇനി ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ് അപ്ലോഡിംഗ്, അതിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ്? ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം, സിഗ്നേച്ചർ ഉണ്ടാവണം, സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, നീറ്റ് UGയുടെ സ്കോർ കാർഡ് ഉണ്ടാവണം. ഈ 4 ഡോക്യുമെന്റ് ആണ് വേണ്ടത്. അതിൽ ഫോട്ടോഗ്രാഫ് നോക്കുക. ഫോട്ടോഗ്രാഫ് 1 MB താഴെ സൈസ് ഉള്ളതായിരിക്കണം. എല്ലാ ഡോക്യുമെന്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരെന്താണോ, നിങ്ങളുടെ പേര് സ്പേസ് ഫോട്ടോഗ്രാഫ് .jpg ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്.
നിങ്ങളുടെ പേര് ഫോട്ടോഗ്രാഫ് എഴുതിയിട്ട് ഫയല് നെയിം ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുട്ടിയുടെ പേര് സ്പേസ് സിഗ്നേച്ചർ എന്ന് കൊടുത്തിട്ട് വേണം. 200 തുടങ്ങി 100 KB സൈസ് വരണം. സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെ. സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിലാണ്, 300 KB താഴെ സൈസ് ആയിരിക്കണം. അതിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ്? NCL ഉണ്ടാവണം, NCL ഉള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ EWS, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അപ്ലിക്കബിൾ അത് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ NCL ഉള്ളവർക്കും EWS ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ താലൂക്കിലേതായിരിക്കണം കേട്ടോ, വില്ലേജിലേതല്ല, താലൂക്കിലേതായിരിക്കണം. ഇനി ഈ NCLന്റെയും EWSന്റെയും വാലിഡിറ്റി പറയുന്നുണ്ട്. വാലിഡ് ഓൺ ഓർ ആഫ്റ്റർ, അതായത് വാലിഡിറ്റി പറയുന്നത് ഇത് എപ്പോൾ കിട്ടിയതായിരിക്കണം? ഓൺ ഓർ ആഫ്റ്റർ 2024 ഏപ്രിൽ 1 ശേഷം കിട്ടിയതായിരിക്കണം. അപ്പൊ 2024 ഏപ്രിൽ 1 ശേഷം കിട്ടിയ ഡോക്യുമെന്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങളുടെ നീറ്റ് UG 2025 നീറ്റ് UGയുടെ സ്കോർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതാണ് ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ് അപ്ലോഡിങ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. എന്നിട്ട് ആ സബ്മിറ്റ് ചെയ്തതിന്റെ ഒരു പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇത്രയുമാണ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ ജിപ്മറിന്റെ കോഴ്സുകൾക്ക് BSc കോഴ്സുകളുടെ ഫീ ഒരു വർഷത്തേക്ക് ഏകദേശം 11,410. ഈ ജോയിനിങ് ടൈമിലെ ഫീ ആണ്. ഇതിൽ കുറച്ച് കുറയും പിന്നീടുള്ള വർഷങ്ങളിൽ. ഒരു വർഷത്തെ ഫീ ഇതാണ്. എന്നാൽ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 20,000 രൂപ അടയ്ക്കണം. സെക്കൻഡ് ഇയർ തൊട്ട് 12,000 അല്ലെങ്കിൽ 15,000. ഇത് നിങ്ങൾ സിംഗിൾ റൂം എടുക്കുന്നുണ്ടോ റൂം ഷെയറിംഗ് ആണോ എന്നതിനനുസരിച്ചാണ് ഈ റേറ്റ് വ്യത്യാസപ്പെടുക. നിങ്ങൾ സിംഗിൾ റൂം എടുത്താൽ 15,000 വരെ പോകും, റൂം ഷെയറിംഗ് ഉണ്ടെങ്കിൽ 12,000 വരെ പോകും. ഇത് മെസ് ഫീ കൂടാതെയാണ്, മെസ് ഫീ അഡീഷണൽ വരും. ഇതൊക്കെ പെർ ഇയർ ഫീ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പെനാൽറ്റി. അതായത് കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്ത ബിഫോർ ദ ഫൈനൽ കൗൺസിലിംഗ്, അതായത് ഫൈനൽ കൗൺസിലിംഗിന് മുമ്പാണ് നിങ്ങൾ സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എക്സിറ്റ് ആയി പോകുന്നതെങ്കിൽ 10,000 രൂപ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതായത് കൗൺസിലിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ക്വിറ്റ് ചെയ്തു പോയാൽ നിങ്ങൾ 10,000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഫൈനൽ കൗൺസിലിംഗും കഴിഞ്ഞു, അതിനുശേഷം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ ക്വിറ്റ് ചെയ്താൽ 25,000 രൂപയാണ് പെനാൽറ്റി. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ഇയറിന് മുമ്പ് എപ്പോഴെങ്കിലും ക്വിറ്റ് ആയാൽ 50,000 പെനാൽറ്റി അടയ്ക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. കിട്ടിയാൽ കണ്ടിന്യൂ ചെയ്യുമെന്നുണ്ടെങ്കിലാണ് ഇത് കൊടുക്കേണ്ടി വരിക, അതും ശ്രദ്ധിക്കുക. ഇനി ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ കൊടുക്കേണ്ട ഫൈനാണ് ഈ പറഞ്ഞത്. ഫൈനൽ കൗൺസിലിംഗിന് മുമ്പാണെങ്കിൽ 10,000, ഫൈനൽ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ 25,000, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത ഫൈനൽ ഇയറിന് മുമ്പ് എപ്പോൾ ക്വിറ്റ് ആയാലും 50,000. ഇതാണ് അതിന്റെ പെനാൽറ്റി. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ജിപ്മറിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുന്നത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.